ഗൈസ്, ഈ ഒരു വീഡിയോ 2 ആഴ്ച മുൻപ് ചെയ്യേണ്ടതായിരുന്നു. എനിക്ക് കൂടുതൽ തിരക്കുണ്ടായതിനെ കൊണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഇന്ന് 2 ആഴ്ച മുൻപ് ചെയ്ത വീഡിയോ എടുത്ത് കാണാം. എന്തായാലും ഒരു ഇൻട്രോയോട് കൂടിയിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്ലേ ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന മാർച്ച് മാസത്തെ സംഖ്യകളെ കുറിച്ചാണ്. മാർച്ച് മാസം ആദ്യം വന്നത് ആരാണെന്നറിയോ? സുരേഷ് ചേട്ടൻ. വീണ്ടും ഒരു മൂന്നാം ഊഴം. ഇത്തവണ എങ്ങനെയായിരിക്കും? മൂന്നാം ഊഴം എന്ന് ഞാൻ എണ്ണത്തിൽ പറയില്ല, ഇത് ശരിക്കും 2ാം ഊഴമാണ്. അതെങ്ങനെയാ? അത് 2 പ്രാവശ്യം തോറ്റ് തൊപ്പിയിട്ടു, 3ാമത്തെ പ്രാവശ്യം വീണ്ടും നിൽക്കുന്നുണ്ട്. അപ്പൊ 3ാമത്തെ ഊഴം തന്നെയല്ലേ? സുരേഷ് ചേട്ടൻ പറയുന്നത് 2ാമത്തെ ഊഴമാണെന്നാണ്. നമുക്ക് സംബന്ധിച്ച് കൊടുത്തേക്കാം. സുരേഷ് ചേട്ടന്റെ 2 ഊഴം കഴിഞ്ഞു, 3ാമത്തെ ഊഴമാണ് ഇപ്പോ വരുന്നത്. എന്തായാലും അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് അരുൺകുമാർ ഒരു സംഖ്യയെ കീറി മുറിച്ച ഒരു രംഗം ഉണ്ടായിരുന്നു. എന്തായാലും പ്ലേ ചെയ്യാം. ഇന്നത് 4 ലക്ഷം കോടി രൂപയായി മാറിയിട്ടുണ്ട്. ഈ 4 ലക്ഷം കോടി എത്രയാണ് സാർ? അത് കേന്ദ്രത്തിന്റെ കയ്യിലിരിക്കട്ടെ. 205 ലക്ഷം. 200 ലക്ഷം കോടി. 205 ലക്ഷം കോടി. കേന്ദ്ര സർക്കാർ 205 ലക്ഷം കോടി കടാക്കി തന്നിട്ടുണ്ട്. എന്നാലും കുറെ സംഖ്യകൾ പറയും നമ്മുടെ ഭാരത സർക്കാരാണ്, BJP സർക്കാരാണ്, അമാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 205 ലക്ഷം കോടി പോലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റൂല. അത്ര പൈസ നമ്മുടെ മുൻപിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഉണ്ടാവും. കഴിഞ്ഞ മാസം ഉണ്ടായ സംഭവമായിരുന്നു മുരളീധരന്റെ പങ്കൾ. കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ BJPയിലേക്ക്. കോൺഗ്രസ്സുകാരോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പണ്ടാരോ പറഞ്ഞു വെച്ചതാണ്, ഞാൻ റിപ്പീറ്റ് അടിക്കുന്നത് പോലെ വിചാരിച്ചാൽ മതി. കോൺഗ്രസ്സുകാർ BJPയിലോട്ട് അലിഞ്ഞു ചേരേണ്ടവരാണോ? അതല്ലേ നമ്മളിപ്പോ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾ അറിയപ്പെട്ട നേതാവിന്റെ മകളാണ് BJPയിലോട്ട് പോയത്. പിന്നെ സുരേഷ് ചേട്ടന്റെ ഡാൻസും പാട്ടും കൂത്തലായിട്ട് തൃശ്ശൂർ അടിപൊളിയാണ്. അത് കാണാം. ഇത് കണ്ടപ്പോൾ സംഘവിരോധികൾ എന്താ പറഞ്ഞുണ്ടാക്കിയെന്നറിയോ? തൃശ്ശൂരിലുള്ള സംഘവിരോധികൾ എന്താ പറഞ്ഞുണ്ടാക്കിയെന്നറിയോ? തോൽക്കാൻ പോകുന്നവന്റെ രോദനം. സുരേഷേട്ടാ, നമ്മുടെ മറ്റേ കൈത്താട്ടുന്ന സ്റ്റെപ്പില്ല, അതൊന്നിട്ട്. കൊള്ളാം. അടുത്തത് സുരേഷ് ചേട്ടൻ തന്നെ. ചെമ്പ് കൊടുത്തത് മുക്കാണോ സ്വർണ്ണമാണോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ചേട്ടന്റെ ഡയലോഗ് ഇങ്ങനെയായിരുന്നു: കിരീടം എങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത് ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കിരീടം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 4 പവൻ കൊടുത്തിട്ട് 1.5 പവൻ തിരിച്ചും കൊടുത്ത്, അല്ലേ സുരേഷ് ചേട്ടാ? അടുത്ത വീഡിയോ. കാരണം ഇന്ത്യ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ മോദിജിക്ക് പിന്തുണ കൊടുത്തേ മതിയാവും. അല്ലാടാ, നമ്മുടെ മിത്രൻ ജോർജിനല്ലേ എന്താ വിളിക്കേണ്ടത്? ഓന്തൊന്നും പറഞ്ഞാൽ പോരാ അല്ലേ? മോദിയെ കുറ്റം പറയുന്നു. അതേ മിത്രൻ ജോർജ് തന്നെ ഇപ്പൊ മോദിയെ പൊക്കിയടിക്കാണ്. എന്താ പറയാ മിത്രമേ, കോമഡി തന്നെ. അടുത്ത വീഡിയോ. 10 ലക്ഷം രൂപയ്ക്ക് ഒരു വൈരക്കല്ലെങ്കിലും പതിപ്പിച്ചുകൊണ്ട് ഞാൻ മാതാവിന് ഒരു കിരീടവുമായിട്ട് ഞാൻ വരും. അപ്പൊ തൃശ്ശൂരിലുള്ള ക്രിസ്ത്യാനികൾ അറിയാൻ വേണ്ടി പറയാണ്, 10 ലക്ഷം രൂപയുടെ ഡയമണ്ട് പതിച്ച കിരീടം കൊണ്ട് സുരേഷ് ചേട്ടൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. വിജയിപ്പിക്കണം, സുരേഷ് ചേട്ടനെ വിജയിപ്പിക്കണം. മണിപ്പൂരിൽ നിങ്ങൾ നോക്കരുത്, എവിടെ നിങ്ങൾ നോക്കരുത്. പക്ഷെ കേരളത്തിലുള്ള സംഘികൾ ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് 10 ലക്ഷം രൂപ വൈരക്കല്ല് മാതാവിന് കൊടുക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവരും സുരേഷ് ചേട്ടനിക്ക് കൊടുത്തേ കേട്ടോ വോട്ട്. ക്രിസ്ത്യാനികളെ കൊടുക്ക്. ഇത്രയും നല്ല മനുഷ്യനിക്ക് വേറെ കിട്ടോ നിങ്ങൾക്ക്? ഇത്രയും നല്ല 10 ലക്ഷം രൂപയുടെ കിരീടമാണ് കൊണ്ടുതരാൻ പോകുന്നത്. ജയിപ്പിക്കണം കേട്ടാ. என்ன படிக்கிறீங்க? BA செகண்ட் இயர். என்ன சப்ஜெக்ட்? BA தான். என்ன സബ്ജക്ട്? അല്ല, ഒരു സംഖ്യയോട് ചോദിച്ചു എന്താണ് പഠിക്കുന്നത്, അന്നേരം പറഞ്ഞു BA ആണ് പഠിക്കുന്നത്. അന്നേരം മറ്റേ ആൾ ചോദിച്ചു എന്ത് BA? അപ്പൊ പറഞ്ഞ പ്ലെയിൻ BA. ഇവന്റോടൊന്നും വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത വീഡിയോ. സംസ്ഥാനത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണ് LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള പരിപാടിയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ സുരേന്ദ്രേട്ടാ? കേരളം പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയ സംസ്ഥാനമൊന്നുമല്ല. അതേപോലെ കേന്ദ്രം നരേന്ദ്രമോദിക്കും സ്ത്രീധനമായിട്ട് കിട്ടിയ സ്ഥലമൊന്നുമല്ല. അപ്പൊ അടുത്ത വീഡിയോ നമ്മുടെ അനിൽ ആന്റണിയുടെ ഡാൻസ്. ഈ ഒരു വീഡിയോയുടേതായ വന്ന കമന്റ് വായിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും ചിരി വന്നത്. അണിയാൻ പോകുന്നത് ഈ ആളിക്കത്തുമെന്ന്. എന്തായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് തന്നെ കാണും. ആളിക്കത്തോ അല്ലെങ്കിൽ കെട്ടുപോകോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഈ BJPക്കാരുടെ മുദ്രാവാക്യം തന്നെ അടിപൊളിയാണ്. ബോലോ ഭാരത് മാതാക്കി, അല്ലേ? അതായത് ഭാരത് എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണെന്നാണ് പറയുന്നത്. ബാക്കിയാണട്ടെ. ഭാരത് മാതാക്കി കേട്ട് കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ സംഘി ജയ് വിളിച്ചിരിക്കും. അതാണ് സംഘി. അടുത്തതാരാ? അടുത്തത് സുരേഷ് ചേട്ടൻ. ശരിയായ സ്റ്റെപ്പ് ഇട്ടിരുന്നു കഴിഞ്ഞ മാസം. അത് കാണിച്ചു തരാം. സുരേഷ് ചേട്ടൻ ജയിക്കണമെന്ന് തന്നെയാണ് എന്റെ ഒക്കെ ആവശ്യം. പക്ഷെ ചില ആൾക്കാർ പറഞ്ഞു പരത്തുന്നത് എന്താണെന്നറിയോ? സുരേഷ് ചേട്ടൻ ജയിച്ചു കഴിഞ്ഞാൽ രാജഭരണത്തിനെ പോലെ ഉണ്ടാവുമെന്നാണ്, അതായത് രാജാവിനെ പോലെ ഭരിക്കുമെന്നാണ് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ പല ആൾക്കാരും വോട്ട് ചെയ്യാൻ മടിക്കുന്നുണ്ട്. അതൊന്നും ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ബാക്കി കണ്ടേ.
ഇത് കണ്ടാ പറയും സംഘവിരോധികൾ തീർച്ചയായിട്ടും പറയും ഏത് ബ്രാൻഡാന്ന് ചോദിക്കും. എനിക്ക് അങ്ങനെ തോന്നില്ല, നല്ല മൂഡായിട്ട് നിൽക്കാണ്, അല്ലാതെ മറ്റേ മൂഡല്ല, ഡാൻസ് കളിച്ചിട്ടുണ്ടാകുന്ന മൂഡ്. സംഘവിരോധികൾ പറഞ്ഞുണ്ടാക്കുന്നത് സാധനം അടിച്ചിട്ട് കളിക്കുന്നതാണെന്നാണ്, അതൊന്നും ആയിരിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. സുരേഷ് ചേട്ടാ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സുരേഷ് ചേട്ടന്റെ ആ കൈത്താട്ടിട്ടുള്ള സ്റ്റെപ്പ്. തമാശ പറഞ്ഞല്ല, ചിരിയൊക്കെ വരും, എന്നാലും നോക്കണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്റ്റെപ്പ്. ഒന്നുകൂടി ഇട്. ആ സ്റ്റെപ്പ് കണ്ടിട്ട് വെറുതെ പോരടിപ്പിക്കുന്നില്ല, ബാക്കി നോക്ക്. സുരേഷ് ചേട്ടന്റെ ഈ ഒരു ആവേശമൊക്കെ കാണുമ്പോൾ സത്യം പറയാലോ എനിക്കും സുരേഷ് ചേട്ടൻ തന്നെ ജയിക്കണം എന്നാണ് ഉള്ളത്. പക്ഷേ തൃശ്ശൂരിലുള്ള ജനങ്ങൾ അതിന് എന്താണ് വിധിക്കാനെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ സുരേഷ് ചേട്ടൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കളയും, പറയാനും പറ്റൂല. തൃശ്ശൂർക്കാരെ എന്താണ് നിങ്ങളെ മനസ്സിൽ കമന്റ് ചെയ്യ്. മതി. അടുത്ത നരേന്ദ്രമോദിജി കേരളത്തിലോട്ട് വന്ന് ഭാരത് മാതാ കി ജയ് വിളിച്ചു. ഭാരത് മാതാ കി. അത് കേട്ട ഉടനെ സ്റ്റേജ് മുഴുവനായിട്ട് അന്നേരം നമ്മുടെ നരേന്ദ്രമോദിജിക്ക് മൂണ്ടായി, ഒന്നുകൂട്ടി വിളിച്ചു. പിന്നെ ഭക്തന്മാരെ സോപ്പിടണല്ലോ, സ്വാമിയേ. മലയാളം കോമഡിയാണ്, ബാക്കി പറയുന്നത് കേട്ടോളെ. ശരണം അയ്യപ്പ വിളിച്ചു. അതിനുശേഷം 2-3 വാക്കുകൾ മലയാളത്തിൽ മോദിജി അടിച്ച് കാച്ചിക്കല്ലേ. പഥനം തിട്ടയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ. മോദിജി മലയാളം പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറയാലോ ചിരി വരുന്നുണ്ട്, എന്നാലും ചിരിക്കാൻ പാടില്ല. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്, അതായത് അദ്ദേഹത്തിന് കൊടുക്കേണ്ട റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക ചെയ്യണം. അടുത്ത BJPയുടെ സംസ്ഥാന പ്രസിഡന്റാ സംസ്ഥാന നേതാവ് സുരേന്ദ്രേട്ടാ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റരുത്. അടുത്തൊരു സംഘി പെട്രോളിനെ കുറിച്ച് സംസാരിച്ചത് കാണിച്ചു തരാം. ഭൂരിപക്ഷ കേരളത്തിലെ എല്ലാ ആളുകളും 500 രൂപ പെട്രോളിനായാലും 100 രൂപയ്ക്ക് മിനിമം അടിക്കുന്നവർ 50 രൂപയ്ക്ക് മിനിമം അടിക്കുന്നവർക്ക് അതൊന്നും ബാധിക്കുന്ന കാര്യമേ അല്ല. ഞാൻ ഇയാളുടെ വീഡിയോ ചെയ്തുകൊണ്ട് റീലിട്ടിരുന്നു, അതിൽ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇയാളോടൊന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത വീഡിയോ കൈരണി എന്ന് കേട്ട ഉടനെ സുരേഷ് ചേട്ടൻ എഴുന്നേറ്റ് ഓടി. അത്രയും പേടിയാണോ സുരേഷ് ചേട്ടാ നിങ്ങൾക്ക് CPM-മാരെ? അടുത്ത വീഡിയോ. ഈ ഒരു ടൈമിന് പറയാൻ പാടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, എന്നാലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. നാടകമേ ഉലകം. അടുത്ത വീഡിയോ. ദത്തെടുക്കൽ പ്രഹസനം നടത്തി സുരേഷ് ഗോപി വഞ്ചിച്ചതായി അട്ടപ്പാടിയിലെ കോഞ്ചിയൂർ ഗ്രാമവാസികൾ. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. സുരേഷ് ചേട്ടൻ ചെറിയൊരു ഗ്രാമം ദത്തെടുത്തത് അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ആൾക്കാരെ വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. സംഭവം വിവരിച്ചേ. സുരേഷ് ഗോപി വന്നിട്ട് എന്താ ചെയ്തത്? നിങ്ങൾക്ക് ഒന്നും ചെയ്തില്ല സാർ, ഒരു ലൈറ്റ് മാത്രമേ എല്ലാ ജനത്തിന് കൊടുത്തതേ ഉള്ളൂ. ഒന്നും ചെയ്തു കൊടുത്തില്ല എന്നാണ് സുരേഷ് ചേട്ടന്റെ ദത്തെടുത്ത ആൾക്കാർ പറയുന്നത്. എന്തായാലും അത് മോശമായിപ്പോയി, ഒരു ലൈറ്റാ വില ഇട്ട് കൊടുത്തത്. ദത്തെടുത്തിക്കുമല്ലോ, പക്ഷെ ഒരു ലൈറ്റേ കൊടുത്തിട്ടുള്ളൂ. അടുത്ത വീഡിയോ. ഇതെന്താ സംഭവം നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. BJP-കാരൻ പോസ്റ്ററിൽ ചാരി നിന്നെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ചെക്കനെ ചാമ്പിയതാണ്. എന്തായാലും നമുക്ക് ഒരു വാർത്ത കാണാം. BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ ചാരി നിന്നതിന് 14-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ ഇടപെട്ട ബാലാവകാശ കമ്മീഷൻ. എടാ എന്തൊരു ദുരന്താണ് നിങ്ങൾ, എന്തൊരു ദുരന്തം മാറാ. ഒരു പോസ്റ്ററിൽ ചാരി നിന്നെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ചെക്കനൊക്കെ അടിക്കാൻ കാണിക്കുന്ന മനസ്സ് നിങ്ങളവിടെ നിന്നും പറയാനില്ല. അടുത്ത വീഡിയോ. ഇത് പൂത്തുമ്പിയും കുരുള മമ്മിയില്ലേ, നല്ല പാട്ടും കിട്ടിയിട്ടുണ്ടല്ലോ. ഇതാരാ ട്രോൾ ചെയ്ത് ആരാണെങ്കിലും അടിപൊളി പാട്ടാണ്, നല്ലോണം ചേരുന്നുണ്ട് ആ സ്റ്റെപ്പിന്. കൊള്ളാം. അടുത്ത മിത്രൻ ജോർജ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിരുന്നു, അതൊന്ന് കാണാം. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ പാവപ്പെട്ട മഠയനായ പയ്യൻ, രാഹുൽ ഗാന്ധി മടയനാണെങ്കിൽ നിങ്ങൾ മടയത്തരം കണ്ടുപിടിച്ച ആളാണെന്ന് ഞാൻ പറയും. അടുത്ത വീഡിയോ. തൃശ്ശൂർ അങ്ങനെയൊന്നും എടുത്താൽ പൊങ്ങണ സ്ഥലമൊന്നുമല്ല. സുരേഷ് ഗോപി ജയിക്കില്ല എന്നുള്ള കാര്യത്തിൽ 3 അതെനിക്ക് ഉറപ്പ് പറയാം. BJP-യിലോട്ട് പോയ ആൾക്കാർ തന്നെ പറയാണ് സുരേഷ് ഗോപി ജയിക്കില്ലെന്ന്. അല്ലാണ് മുത്ത, ഇതിവിടെ കോമഡിയാ നടന്നതട്ടാ. കഴിഞ്ഞ മാസം സുരേഷ് ചേട്ടൻ ഒരു ഓലയും കൊണ്ടൊരു പോക്ക് പോയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ ആ ചടങ്ങുകളിൽ പങ്കെടുക്കണം. എന്തായാലും വിശ്വാസികളെ സംബന്ധിച്ച് ഒരു പ്രധാന ഇപ്പോൾ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ സംസാരിക്കാനില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സംസാരിക്കാത്തതാണ് നല്ലത്, അല്ലെങ്കിൽ അതും ട്രോളാക്കിയിട്ട് പൈസ ഉണ്ടാക്കി കഞ്ഞി കുടിക്കുന്ന ടീമുള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് സംസാരിക്കാത്തതാണ് നല്ലത്. അടുത്ത വീഡിയോ. ആണും പെണ്ണും കെട്ടവരെ, അത് PC ജോർജിനെ വിമർശിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ജാഥ മായിലൂട്ട പോയതാണ്. ഓക്കെ, അടുത്ത വീഡിയോ. ഇതെന്താടാ ഓല മുടയുന്നോ? കുറെ വീഡിയോ ആയി തോന്നി ഇപ്പം തന്നെ. സ്പീഡ് നമുക്ക് കാണാം. അടുത്ത ഒരു ജിയുടെ വീഡിയോ കാണിച്ചു തരാം. ജി പഠിപ്പിച്ചു തന്ന അതേ ബ്ലോക്ക് ജി നല്ല രീതിയിൽ പഠിപ്പൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലേ. എന്തായാലും കൊള്ളാല്ലേ, നല്ല രസമില്ല അതൊക്കെ കാണാൻ. കടപ്പുറത്ത് പോയിട്ട് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും അകത്തി കളിക്കാണ്. കോമഡി തന്നെ. അടുത്ത കൃഷ്ണകുമാർ അണ്ണൻ ബുക്കത്. എന്റെ പൊന്നുമക്കളെ, നിങ്ങള് ഈ എല്ലാരും ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വിരൽ ചൂണ്ടുമായിരുന്നു. ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം. അങ്ങനെ പറഞ്ഞു കൊടുക്ക് മിത്രമേ. നമ്മൾ BJP-ക്കാര്
ഫാസിസം ചെയ്യുന്ന ആൾക്കാരാണോ? ഇവരെന്താ പറഞ്ഞുണ്ടാക്കുന്നല്ലേ? നമ്മളെ പോലെ നന്മ ചെയ്യുന്ന ആൾക്കാർ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് നാളെ ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന BJPക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. നിങ്ങൾ തടയാൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയാണ്. ഇത് കേരളത്തിൽ വന്ന് തന്നെ പറയണം കേട്ടാ. ഇത് ഇവിടെയുള്ള ജനങ്ങൾ വിശ്വസിക്കണം അല്ലേ? നരേന്ദ്രമോദി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ മനസ്സ് എങ്ങനെ പറയാതിരിക്കാനാണ്? നീയും ചാണകം ഞാനും ചാണകം എന്ന് പറഞ്ഞ ടീമാണിത്. അപ്പൊ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ, ഫോളോ ചെയ്യാം.